ഈ ഒരു കാറ്റഗറിക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു അവസരം കൂടി നമുക്ക് കൊടുക്കാം. ആ ഒരു ചെറിയൊരു കാലാവധി നമ്മൾ കൊടുക്കുന്നു. ആ ഒരു കാലാവധിക്കുള്ളിൽ, ചെറിയൊരു ടൈം ഫ്രെയിമിനുള്ളിൽ അവർ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായി നമ്മൾ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ടീം കൂടിയാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. എംപ്ലോയീസിലെ 4ാമത് കാറ്റഗറി എന്ന് പറയുന്നത് ലോ വിൽ ലോ സ്കിൽ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഒരു കഴിവ് കുറവാണ്, ആറ്റിറ്റ്യൂഡും വീക്കായിട്ടുള്ള ഒരു ടീമാണ്. എന്നുവെച്ചാൽ നമ്മളെ സ്ഥാപനത്തിലെ ലോ പെർഫോമേഴ്സ് ആണ് ഇവർ നമ്മുടെ സ്ഥാപനത്തിന് വലിയ ഭീഷണിയാണ്. ഈ ഒരു കാറ്റഗറിക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു അവസരം കൂടി നമുക്ക് കൊടുക്കാം. ആ ഒരു ചെറിയൊരു കാലാവധി നമ്മൾ കൊടുക്കുന്നു. ആ ഒരു കാലാവധിക്കുള്ളിൽ, ചെറിയൊരു ടൈം ഫ്രെയിമിനുള്ളിൽ അവർ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായി നമ്മൾ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ടീം കൂടിയാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇവർ ഡൗൺ ആവുന്നതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒരുപക്ഷെ ഇവര് കോൺഫിഡൻസിന്റെ കുറവാണോ, അതല്ല സ്ഥാപനത്തിന്റെ കൾച്ചറുമായി ഏകിച്ചേർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ വല്ല ഫാമിലി പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ, ഇത് സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമതായി ഇവർക്ക് ജോബ് ചെയ്യാൻ ആവശ്യമായ സ്കിൽസ് വല്ലതും കുറവുണ്ടോ? ഒരാൾ CRM എക്സിക്യൂട്ടീവ് ആണെങ്കിൽ CRMന് വേണ്ട ഏതെങ്കിലും ഒരു സ്കിൽ ഗ്യാപ്പ് അദ്ദേഹത്തിന് ഉണ്ടോ എങ്കിൽ അത് അടിയന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ബേസിസിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ അവരെ കാരണം കൂടി സോർട്ട് ഔട്ട് ചെയ്യുന്നു. അവർക്ക് ആവശ്യമായി ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഒരു ഓപ്പർച്യൂണിറ്റി, ചെറിയൊരു കാലാവധിയും കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു. ആ ഒരു കാലാവധിക്കുള്ളിൽ നമ്മൾ കൃത്യമായി അവർക്ക് വർക്ക് അസൈൻ ചെയ്യുന്നു. അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, റെഗുലർ ആയിട്ട് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ടീമാണ്. അങ്ങനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അത് നിലവിലുള്ള ടീമിനെയും കൂടി അത് ഡാമേജ് ചെയ്യും.